റുവാണ്ടയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ പറയാം, ഇവിടെ 1 മാസത്തോളം നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിസേൻ്റെ ആവശ്യമൊന്നുമില്ല. റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിച്ചാൽ മതി. വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. PCC അപ്ലൈ ചെയ്യാനായിട്ട് പാസ്പോർട്ട് സേവാ പോർട്ടലിൽ നമ്മുടെ യൂസർ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുക്കുക. എന്നിട്ട് ആ ദിവസം നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജസിൻ്റെ കോപ്പിയും എടുത്തിട്ട് ചെല്ലുക. ആധാർ കാർഡും SSLC സർട്ടിഫിക്കറ്റും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഈ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരും. അതിലവർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം ഒരു 2 വീക്സിൽ ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് പോസ്റ്റ് വഴി വീട്ടിലേക്ക് അയച്ചു തരും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് യെല്ലോ ഫീവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. കേരളത്തിൽ കൊച്ചിയിലും കോഴിക്കോടും ആണ് ഇപ്പം സെൻറ്റർ ഉള്ളത്. അതിൽ കോഴിക്കോട് നിന്നാണ് ഞാൻ വാക്സിനേഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. യെല്ലോ ഫീവർ വാക്സിനേഷൻ സെൻറ്റർ എന്ന് ഗൂഗിളിൽ അടിച്ചാലും കിട്ടും. അതല്ലാണ്ട് അവർക്കൊരു മെയിൽ ID-യും മൊബൈൽ നമ്പറും ഉണ്ട്. ഞാൻ അവരുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ടാണ് ഡീറ്റെയിൽസ് എടുത്തത്. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പം അവരൊരു ഗൂഗിൾ ഫോം അയച്ചു തരും. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കുമ്പോൾ മൺഡേ ആഫ്റ്റർനൂൺ കൺഫർമേഷൻ തരാമെന്നുള്ള ഒരു മെസ്സേജ് വരും നമുക്ക് തിരിച്ച്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണി വരെ മാത്രമേ ഉള്ളൂ വാക്സിനേഷൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയുടെ അടുത്തുള്ള ബിൽഡിങ്ങിലാണ് വാക്സിനേഷൻ നടക്കുന്നത്. അവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാനും ഒരു 300 രൂപ ക്യാഷ് ആയിട്ട് അടയ്ക്കാനും ഉണ്ടാവും. ഈ സർട്ടിഫിക്കറ്റ് ലൈഫ് ടൈമിൽ ഒന്നേ ഇഷ്യൂ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കാൻ അവർ തന്നെ അവിടുന്ന് പറയും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ വരുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി വരുന്ന ടൈമിൽ എന്ന് വെച്ചാൽ എയർപോർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യൂഷ്വലി GCC കൺട്രീസിൽ പോകുമ്പം ബാഗ് റാപ്പ് ചെയ്തിട്ടല്ലേ പോവുക. ഇവിടേക്ക് വരുമ്പം ബാഗിൽ പ്ലാസ്റ്റിക് റാപ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ കൺട്രിയാണ്. കൂടാതെ വരുമ്പോൾ ഒരു യൂണിവേഴ്സൽ പ്ലഗും കൂടെ കൊണ്ടുവരിക. അതുപോലെ ഇവിടെ മലേറിയ ഭയങ്കര കോമൺ ആണ്. അതുകൊണ്ട് കൊതുകിനെ കൊല്ലാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതും കൂടി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. എയർപോർട്ടിൽ നിന്ന് തന്നെ സിം വാങ്ങാൻ പറ്റിയ അതായിരിക്കും നല്ലത്. MTN ആൻഡ് എയർടെൽ ആണ് ഇവിടെ കോമൺലി യൂസ് ചെയ്യുന്ന സിമ്മുകൾ. MTN സിം കാർഡ് ആയിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോൺ പേയോ ഗൂഗിൾ പേയോ ഒന്നുമല്ല, മോമോ പേ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അത് കൂടുതലായിട്ടും MTN സിം വഴിയാണ് യൂസ് ചെയ്യുന്നത്. എയർടെൽ മണി ഉണ്ടെങ്കിലും അത്ര കോമൺ അല്ല ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ചീപ്പായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ബൈക്കുകളാണ്. മോട്ടോ എന്നാണ് പൊതുവെ ഇതിന് പറയുന്നത്. അതിലും ചീപ്പായിട്ട് സൈക്കിൾ ടാക്സികൾ അവൈലബിൾ ആണ്. പക്ഷെ അത് അധികവും മാർക്കറ്റ് ഏരിയാസിലാണ് കണ്ടിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ഫ്രീ മാത്രമല്ല, ഇവിടെ ക്ലീനസ്റ്റ് സിറ്റിയും കൂടിയാണ്. അതുകൊണ്ട് ഒന്നും എവിടെയും വലിച്ചെറിയാനും ഒന്നും പാടില്ല. അതുപോലെ തന്നെ അവരുടെ ട്രൈബ് ഏതാണെന്ന് ചോദിക്കാനോ അവരുടെ അനുവാദമില്ലാതെ ഫോട്ടോസോ വീഡിയോസോ എടുക്കാനോ ഒന്നും പാടില്ല. ഇവർ പൊതുവെ സംസാരിക്കുന്നത് കെനിറുവാണ്ടയാണ്. അതിന് സ്ക്രിപ്റ്റ് ഇല്ല, ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ ഇവർ എല്ലാവരും ഒന്നും ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.